ഇന്നത്തെ എപ്പിസോഡിനിടയിൽ ലാലേട്ടൻ ഒരു പുതിയ ടാസ്കുമായി എത്തി. ഒരു ചെറിയ ബൗൾ, ആ ബൗളിനകത്ത് കുറെ പേപ്പറുകൾ ചുരുട്ടിയിട്ടിരിക്കുകയാണ്. പേര് വിളിക്കുന്ന മുറയ്ക്ക് ഓരോ ആൾക്കാർ വന്നിട്ട് ഈ ചുരുട്ടിയിട്ട പേപ്പറുകൾ നിവർത്തി അതിനകത്തുള്ളത് വായിക്കുകയും അത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് അവർക്ക് തോന്നുന്നത് അവർ പറയുകയും ചെയ്യണം. ലാലേട്ടൻ ഋഷിയുടെ പേരാണ് ആദ്യം വിളിക്കുന്നത്. ഋഷിക്ക് കിട്ടിയ പേപ്പറിൽ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഋഷി പറഞ്ഞു, ലാലേട്ട എനിക്ക് അങ്ങനെ ആരെയും തോന്നുന്നില്ല, ഇവിടെ ഫേക്ക് ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടൻ പറഞ്ഞു, സത്യമേ പറയാവൂ. അതേ ലാലേട്ട, ഇത്രയും ദിവസം ഞാനിവിടെ നിന്നിട്ടും ഇവിടെ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തത് ആരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുമ്പേ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ചിലരുടെ പേര് പറയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ പോയ ആൾക്കാരെ എല്ലാം തിരികെ വിളിച്ചോണ്ട് വരണ്ടേ, ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അടുത്തത് ആർക്കെങ്കിലും വേറെ അങ്ങനെ പറയാനുണ്ടോ? ഉടനെ തന്നെ ജാസ്മിൻ പറയുന്നു, ലാലേട്ട എനിക്ക് പറയുവാനുണ്ട്. എന്നിട്ട് ജാസ്മിൻ എഴുതിയിട്ടിട്ട് ആദ്യം പറയുന്നത് അൻസിബയുടെ പേരാണ്. അതിന്റെ കാരണവും പറയണം. അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ചില പോയിന്റുകളായിരുന്നു. ഇപ്പോൾ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും മുൻപിൽ ഒന്ന് പറഞ്ഞില്ലെങ്കിലും മാറ്റി നിർത്തിയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ തെറ്റുകൾ കാണിച്ചിട്ടും ആ തെറ്റിനെ തെറ്റാണെന്ന് പറയാതെ അവർ ചെയ്യുന്ന നല്ലതിനെയും ചീത്തയെയും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അതങ്ങനെ തന്നെയാണ് എന്ന് അവരെ സ്ഥിരീകരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, അത് നല്ലൊരു പ്രവണതയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ പലപ്പോഴും ഋഷിയുടെ കയ്യിൽ നിന്നും പല വീഴ്ചകൾ വന്നിട്ടുണ്ട്, പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, തീർച്ചയായിട്ടും തെറ്റുപറ്റാൻ സാധ്യതയുമുണ്ട്. എന്നാൽ മറ്റെല്ലാ ആൾക്കാരും ചെയ്യുമ്പോൾ തെറ്റായിട്ടും ഋഷി ചെയ്യുമ്പോൾ മാത്രം അത് തെറ്റല്ലാതെയും, ഋഷി ചെയ്യുന്ന ഒരു കാര്യത്തെയും തെറ്റായിട്ട് അൻസിബയ്ക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഋഷിയുടെ കുരു പൊട്ടി. ശരിക്കും അൻസിബയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത്, എന്നാൽ ഋഷിയാണ് പെട്ടെന്ന് ഒപ്പോസ് ചെയ്ത് സംസാരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാമോ നിനക്ക്? അപ്പോൾ ജാസ്മിൻ പറയുന്നു, അതിന്റെ ഉദാഹരണം ഋഷിയുടെ ക്യാപ്റ്റൻസി തന്നെ എടുക്കാം. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഋഷിയുടെ ക്യാപ്റ്റൻസിയിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന്. ഉറപ്പായിട്ടും അത് പുറത്ത് ചർച്ചയായതുകൊണ്ടുകൂടിയായിരിക്കാം ഇവിടെ വന്ന ആൾക്കാർ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അൻസിബ മാത്രം അങ്ങനെ പറഞ്ഞിട്ടില്ല. അടിപൊളിയായിരുന്നു എന്നാണ് അൻസിബ ഋഷിയോട് പറഞ്ഞത്. തെറ്റുകൾ സ്വാഭാവികമാണ്, അത് എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയണമെന്നില്ല. മാറ്റി നിർത്തി വ്യക്തിപരമായിട്ടെങ്കിലും ഋഷിയോട് അൻസിബയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാമായിരുന്നു. വീഴ്ചകളെക്കുറിച്ച് അത് പറഞ്ഞിട്ടില്ല. ഇത് ജാസ്മിൻ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്, ശരിക്കും ലാലേട്ടൻ ആ വേദിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ വലിയൊരു കലാപം ഉണ്ടാകാതിരുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിനെ ഒരു കാരണവശാലും ഋഷി വെറുതെ വിടുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ജാസ്മിൻ പറഞ്ഞ പോയിന്റുകൾ ജാസ്മിനെ ന്യായീകരിക്കുവാൻ വേണ്ടി സംസാരിക്കുന്നതല്ല, ജാസ്മിൻ പറഞ്ഞത് വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും ഒരിക്കലും ഋഷി ചെയ്ത തെറ്റുകൾ തെറ്റാണ് എന്ന് അൻസിബ പറഞ്ഞു കൊടുത്തിട്ടില്ല. നല്ലൊരു സൗഹൃദത്തിന്റെ പ്രത്യേകത തെറ്റുകൾ കാണിച്ചാൽ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവും ആ ട്രൂ ഫ്രണ്ട്ഷിപ്പിനകത്തുണ്ടാകും. അൻസിബയ്ക്ക് ഋഷിയോട് സ്നേഹമില്ല എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്, അവർ തമ്മിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഒരിക്കൽ പോലും അൻസിബ ഋഷിയുടെ മുഖത്ത് നോക്കി നീ ആ പറഞ്ഞ വാക്ക് തെറ്റാണ്, അത്രയും പാടില്ലായിരുന്നു, എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത് എന്നൊരിക്കലും ചോദിക്കുകയോ ഒരു അനിയനെ പോലെ ചേർത്ത് നിർത്തി ഒന്ന് ശാസിക്കുകയോ ചെയ്യുന്നത് ഞാനിതുവരെ ലൈവിൽ എവിടെയും കണ്ടിട്ടില്ല. ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും പുറത്തുനിന്ന് വന്ന വ്യക്തികളും, എന്തിനേറെ പറയുന്നു വീക്കെൻഡ് എപ്പിസോഡുകളിൽ പലപ്പോഴും ലാലേട്ടൻ വന്നു പോലും ഋഷിയോട് ചില കുറ്റങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതുപോലും ന്യായീകരിച്ചു മാത്രം, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല, നീ അതിനെ ഓർത്ത് വറിയടാകേണ്ട ആവശ്യമില്ല, നീ അത് കേട്ടു, നീ അത് വിട്ടുകളഞ്ഞേക്ക്, വെറുതെ അതിൻ്റെ പുറകിന് അതേ തൂങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല, അതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അൻസിബ ഋഷിയോട് സംസാരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കുഞ്ഞെ, ഇത് നീ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഒത്തിരി യാത്രകൾ ഇവിടെ ഉള്ളതാണ്, അതുകൊണ്ട് ചില വാക്കുകൾ നീ സൂക്ഷിച്ച് സംസാരിക്കണം, അത് നിന്റെ നന്മയ്ക്ക് ഉതകും എന്ന രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഋഷി അത് മനസ്സിലാക്കും, അംഗീകരിക്കും. എന്നാൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ എല്ലാം ഇപ്പോഴും അൻസിബ ഋഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമേ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ജാസ്മിൻ പറഞ്ഞ ഈ വിഷയത്തിനകത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരുപക്ഷെ ഞാൻ കാണാതെ പോയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഏതെങ്കിലും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.